ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടിയും നേന്ത്രപ്പഴവും വെച്ചിട്ടുള്ള നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പി കാണാം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ ഈ കിണ്ണത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 4 ശർക്കര എടുത്തിട്ടുണ്ട്. അത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ഇതൊരു കറക്റ്റ് മധുരമാണ് ഞാൻ എടുത്തിട്ടുള്ളൊരു 4 ശർക്കര. അപ്പോൾ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ ഒന്നും കൂടെ ഇട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് മാറ്റി വെക്കാം. ഇതൊന്ന് തണുക്കാൻ വെക്കണം. അതിനുശേഷം നമ്മളൊരു പാത്രത്തിലോട്ട് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ നെയ്യൊന്ന് ഉരുക്കി വരുമ്പോൾ അതിലോട്ട് നമുക്ക് 2 നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തത് ഒന്ന് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ കുറച്ച് വലിയ ഒരു നേന്ത്രപ്പഴം തന്നെയാണ് 2 എണ്ണം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതാണ്. ഇത് ആ നെയ്യിലോട്ട് ഇട്ട് കൊടുക്കാം. നേന്ത്രപ്പഴം എടുക്കുമ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് അധികം പഴുക്കാത്ത പഴം എടുക്കരുത്. കുറച്ച് അത്യാവശ്യം നല്ല പഴുത്ത പഴം തന്നെ എടുത്താൽ ഒന്നും കൂടെ നല്ലതാണ്. ഇനി നമുക്ക് ഈ നേന്ത്രപ്പഴത്തിലോട്ട് ഒരു തേങ്ങയുടെ അരമുറി തേങ്ങ ചിരകിയത് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു 1/4 മുറി തേങ്ങയായാലും കുഴപ്പമില്ല. അത് ഈ നേന്ത്രപ്പഴമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ നേന്ത്രപ്പഴവും തേങ്ങയായിട്ട് നന്നായി യോജിച്ചേരണം. എന്നിട്ട് ഈ നേന്ത്രപ്പഴം നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ ഈ പഴത്തിൻ്റെ കൂട്ട് ഇവിടെ നന്നായിട്ട് തന്നെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. തേങ്ങയും പഴമൊക്കെ ആയിട്ട് നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് മാറ്റി വെക്കാം. നമുക്കൊരു പാത്രം എടുത്ത് അതിലോട്ട് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. അതിലോട്ട് 1 ടീസ്പൂണോളം ഏലക്കായ് പൊടിച്ചത്, ഒരു 2-3 ഏലക്കായ് പൊടിച്ചതാണ്. പിന്നെ ഒരു പിഞ്ച് ഉപ്പ്, പിന്നെ നമ്മൾ നേരത്തെ ഉരുക്കി മാറ്റി വെച്ചിരിക്കുന്ന ശർക്കര പാനിയില്ലേ, അതും കൂടെ ഒന്ന് അരിപ്പയിലൂടെ ഒന്ന് അരിച്ച് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒട്ടും കട്ട കെട്ടാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശർക്കരപ്പാനി മുഴുവനായിട്ട് ഒഴിക്കാതെ ഇങ്ങനെ കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് ഒട്ടും കട്ടയില്ലാതെ ഇളക്കിയെടുക്കുക. മുഴുവനായി ഒഴിച്ചാൽ നമുക്ക് മിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ കുറച്ചായിട്ടാണ് ഒഴിക്കുന്നുള്ളൂ. അപ്പോൾ അതുപോലെ നിങ്ങളും ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ശർക്കരപ്പാനിയും കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിന് മുന്നേ ഒരു കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പി ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചോറ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കിണ്ണത്തപ്പമാണ്. അതും സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കാണാം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റായിട്ടുള്ള ഒരു കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പി തന്നെയാണിത്. അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് മുഴുവനായിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തിക്കിലാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിലോട്ട് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ കൂട്ടില്ലേ, അതും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ പഴവും ഈ ഗോതമ്പ് പൊടിയായിട്ട് മിക്സ് ചെയ്തപ്പോൾ കുറച്ചൊരു കട്ടി ഉണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കി എടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കാൻ നോക്കുന്നുണ്ട്. അപ്പം വെള്ളം ഒഴിക്കുമ്പോൾ കുറേശ്ശെയായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു കറക്റ്റ് സ്ട്രക്ചർ കിട്ടണമെങ്കിൽ കുറേശ്ശെ തന്നെ വെള്ളം ഒഴിക്കണം. നമ്മൾ കുറേ നോക്കാതെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അധികം ലൂസായി പോവും. അപ്പം കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതിൻ്റെ ഒരു കറക്റ്റ് ഒരു തിക്കിൽ നമുക്ക് മാറ്റിയെടുക്കണം. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ ഈ ഒരു കൂട്ടിൻ്റെ കറക്റ്റ് സ്ട്രക്ചർ കിട്ടും. അപ്പോൾ ഈ ഒരു ലൂസാണ് നമുക്ക് ഈ കൂട്ടിന് വേണ്ടിയത്. ഇനി നമ്മൾ ഇതൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലോട്ട് ഇല വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലോട്ട് കുറച്ച് നെയ്യും തടവി കൊടുത്ത് അതിനുശേഷം അണ്ടിപ്പരിപ്പും വെച്ചതാണ്. അതിലോട്ട് ഈ കൂട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങളടുത്ത് സ്റ്റീൽ പ്ലേറ്റോ അതേപോലെ ടിഫിൻ ബോക്സൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഒഴിച്ച് കൊടുത്താലും മതി. നല്ല കറക്റ്റ് ഷേപ്പിൽ തന്നെ കിട്ടും. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഇത് ആവി കയറ്റി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് പാത്രം നന്നായിട്ട് ആവി വരുന്ന ശേഷം വേണം നമ്മൾ ഇതിലോട്ട് നമ്മൾ ഈ കൂട്ട് വെച്ചെടുക്കാൻ വേണ്ടിയിട്ട്.
എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 20-25 മിനിറ്റ് ഒന്ന് ആവിയായിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇതാ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതാ ഓപ്പൺ ആക്കി നോക്കുവാണ്. അപ്പോൾ ഇതാ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇത് വെന്തിട്ട് ആ നെയ്യുടെയും അതേപോലെ പഴത്തിൻ്റെ ഒക്കെ നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറം ഭാഗം നല്ല കട്ടിയായിട്ടുണ്ടാവും. പക്ഷെ നമുക്കിതൊന്ന് കുത്തി നോക്കണം, എന്നാലാണ് നമുക്കിത് വെന്തിട്ടുണ്ടോ എന്ന് മനസ്സിലാവുള്ളൂ ഉൾഭാഗം. അപ്പോൾ ഞാനിതിൻ്റെ ഉൾഭാഗത്തോട്ടായിട്ട് ഒരു കത്തി വെച്ചിട്ടൊന്ന് കുത്തി നോക്കുന്നുണ്ട്. പക്ഷേങ്കിൽ കുത്തി നോക്കിയതിന് ശേഷം അത് വെന്തിട്ടില്ല. അപ്പോൾ ഞാൻ വീണ്ടും ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോരോ പാത്രത്തിൻ്റെ അനുസരിച്ചായിരിക്കും വേവ്. അപ്പോൾ ചെറിയൊരു സ്റ്റീൽ പ്ലേറ്റ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇത് കുറച്ച് ഹൈറ്റുള്ള പ്ലേറ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ വേവാൻ കുറച്ച് പാടായത്. അപ്പോൾ ഇതാ ഞാനിത് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തണുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡൊക്കെ നമുക്കൊരു കത്തി വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വെടിവെച്ചിട്ടെടുക്കാം. ഇനി ഈ ഒരു കിണ്ണത്തപ്പം നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഈ കിണ്ണത്തപ്പത്തിൻ്റെ കൂട്ടിലോട്ട് നമ്മൾ പഴമൊക്കെ ചേർക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനത് ചേർത്തിട്ടില്ല. അപ്പോൾ ഇത് നമുക്ക് ഈ വായലൊന്ന് മാറ്റി നോക്കാം. ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാൻ ഈ കട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ മോൻ പാടിയ ഒരു പാട്ടുണ്ട്, അതുകൊണ്ട് കേട്ട് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ മോൻ്റെ പാട്ടും അതേപോലെ ഈ കിണ്ണത്തപ്പവും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത ഈസി റെസിപ്പീസായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കാൻ മറക്കരുത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു അപ്പാണിത്.